നിന്നോടതില് ഒപ്പിടാനാ ഞാൻ പറഞ്ഞത്. ഇല്ല, പിരിയാനുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടാതെ ഞാൻ ഒപ്പിടില്ല ഒപ്പിടില്ല ഒപ്പിടില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ നീ കൃത്യമായ ഒരു തീരുമാനം എടുത്തിരിക്കണം. ഇതിലൊപ്പിട്ടിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്തത്? ഏറ്റവും പ്രിയപ്പെട്ട അമ്മ പറഞ്ഞു തന്നതല്ലേ, എന്നിട്ട് എന്തു പറ്റി? ഹരിയുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയപ്പോ നിനക്കറിയില്ലായിരുന്നോ ജീവനുമായിട്ടുള്ള ബന്ധം നീ വേർപെടുത്തിയിട്ടില്ലെന്ന്? എന്താടി നിന്റെ ഉദ്ദേശം? രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണോ? വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. നീ മിടിക്കുക. നിഷ്കളങ്കതയും കരച്ചിലും കാണിച്ച് ഒരേ സമയം രണ്ട് പുരുഷന്മാർ. സത്യത്തിൽ നിന്നെ വിളിക്കേണ്ട വാക്ക് നിഷ്കളങ്കയെന്നല്ല, അതിന് നാട്ടിൽ പറയുന്ന വാക്ക് വീണേ. നീ പോയേ. ദേ, ഇനി മേലിൽ ഇത്തരം ഭാഷകളുമായിട്ട് നിത്യയുടെ മുന്നിൽ വന്നു പോരുത്. വന്നാൽ എന്താ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? ഇവിടെ പോലെ നാണോ മാനോ ഇല്ലാത്തൊരുത്തിയ നിർത്തടി. നാണോ മാനോ എന്ന വാക്ക് നീയാണോ ഉപയോഗിക്കുന്നത്? നിനക്കെന്താടി അതിനുള്ള യോഗ്യത? നിന്നെപ്പോലെ അഴിഞ്ഞാടി നടന്നവള് ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞിനെയും പ്രസവിച്ചിട്ടിട്ട് അതിന്റെ അച്ഛൻ ആരാണെന്ന് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ അറിയാത്തൊരു പെണ്ണ് വേറെ ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോടി എങ്ങനെ? എന്നിട്ടും അവൾ ഇറങ്ങിയിരിക്കുക അങ്ങോട്ട് സാംസ്കാരിക പ്രവർത്തനം നടത്താനായിട്ട്. ദേ, നിത്യയുടെ അന്തസ്സ് നീ വിലയിരുത്തണ്ട. അത് മനസ്സിലാക്കാൻ നിനക്കിനി ഒരു 100 ജന്മം ജനിക്കേണ്ടി വരും. മനുഷ്യത്തൊന്നൊരു സാധനം ഉള്ളിലുള്ളതുകൊണ്ടാടി ഈ പാവ ഇപ്പൊ ഈ നിൽപ്പ് നിൽക്കുന്നത്. ഇനി അതിനെ ദ്രോഹിച്ചാൽ എന്റെ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. എന്റെ കൈ വീഴുന്നതിന് മുമ്പ് ഇറങ്ങിപ്പൊടി. ഇറങ്ങിപ്പോൻ. സോറി നിത്യ. വീണ പറഞ്ഞോട്ടെ, എന്നെ കുറിച്ച് അങ്ങനെ തോന്നല് തെറ്റൊന്നുമില്ല. ഞാനിപ്പോ നടുക്കടല്ല. എങ്ങോട്ട് തൊഴണമെന്ന് എനിക്കറിയില്ല. മുങ്ങിച്ചവാനുള്ള ഭാഗ്യവും ദൈവം തരുന്നില്ല. ഒന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഹരി. ഇതിനു മുന്നേ എന്നെ സമാധാനിപ്പിച്ചിരുന്ന വാക്കുകളോ വരികളോ ഒന്നും എനിക്ക് സ്വന്തമായി എത്തുന്നില്ല. ഞാൻ തീർന്നു ഹരി, ഞാൻ തീർന്നു. നിത്യ, അമ്മ വീണ്ടും നമ്മുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തില. ഇതൊക്കെ ഹരിക്കൂടി അറിഞ്ഞിട്ടാണോ?
താൻ എത്ര ഭംഗിയായിട്ട് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാനിങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. എൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് തനിക്കറിയാമെന്ന് ഞാൻ വിചാരിച്ചു. ഹരി, നിത്യയുടെ ജീവിതമാണ്. തനിക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാം. അതിലൊരിക്കലും ഞാൻ ഇടപെടില്ല. ഞാനൊരു വഴിപോക്കനല്ലേ. കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടപ്പോ ഇടപെടാൻ വന്നൊരു വഴിപോക്കൻ. ഈ വഴിപോക്കനുള്ള സ്ഥാനം വേലിക്ക് പുറത്താ. ഹരി പറയുന്നതില് ഹരിയുടെ സങ്കടം മുഴുവനുണ്ട്. എന്നോട് തോന്നുന്നു വെറുപ്പുണ്ട്. കാലം എന്നെ ഹരിയുടെയും ജീവന്റെയും ഇടയിൽ നിർത്തിയിരിക്ക. അതെന്റെ ഗതികേടാ. എനിക്ക് ഇതിൽ കൂടുതലൊന്നും വിശദീകരിച്ച് പറയാനാവില്ല. എന്നോട് പൊറുക്ക പറ്റുമെങ്കിൽ പൊറുക്ക. ഞാൻ സുജാതേൻ്റെയോട് സംസാരിക്കാം. എന്റെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായമായിട്ട് ഞാൻ പറയാം. എനിക്ക് താൻ വേദനിക്കാതിരുന്നാ മതി. താനിങ്ങനെ കരയുന്നത് കാണുമ്പോ ഉള്ളിൽ എന്തോ ഒരു പിന്നലാണ്. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി എന്നെ തോൽപ്പിച്ചതല്ലേ. ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ. മധുരം കഴിക്കാമേ. ആ, എന്താ ഇത്? കഴിക്കമ്മേ. അമ്മയ്ക്ക് ഇത്ര എടുക്കുണ്ടാവും ഞാൻ കരുതിയില്ല. എന്തൊരു ഭംഗിയായിരുന്നു. കൃത്യമായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി ജീവനെ അങ്ങ് ഇല്ലാതാക്കി. മിടുക്ക് മിടുക്ക് തന്നെ. പക്ഷെ ഇടയ്ക്കൊന്നും പാളിപ്പോയില്ല അമ്മേ. ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ടിട്ടും പ്രിയപ്പെട്ട മരുമകൾ എന്തേ ഒപ്പിട്ടില്ല? അവൾക്കറിയാം ജീവനെ പിരിഞ്ഞൊരിക്കലും പോവാൻ പാടില്ല. അപ്പൊ പിന്നെ യഥാർത്ഥ സന്തോഷം ആർക്കാ? എനിക്ക്. ആഹ്ലാദിക്കാനുള്ള അവകാശം ആർക്കാ? എനിക്ക്. ഞാനല്ലേ അമ്മയെ ആഘോഷിക്കേണ്ടത്? യെസ്, ആഘോഷിക്കണം. അമ്മയ്ക്ക് ഓർമ്മയുണ്ട്, പണ്ട് വല്ലാത്ത സന്തോഷം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അമ്മയുടെ കൈപിടിച്ച് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്. അമ്മേ, അമ്മ എത്ര മതിൽ കെട്ടിയാലും നിത്യയെ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം. കൊണ്ടുവന്നിട്ട് എന്തിനാ?
അവളെ കൊണ്ട് ജീവിക്കാനല്ല, അവള് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കൊടുക്കാൻ. അവള് ചെയ്ത തെറ്റെന്താണെന്ന് ഞാൻ പണ്ടേ പ്രഖ്യാപിച്ചതല്ലേ അമ്മേ. അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. മരണം. അത് ഞാൻ കൊടുത്തിരിക്കും. ആ നിമിഷത്തിലേക്ക് അവൾ എത്തിക്കും വരെ ജീവൻ നിഷ്കളങ്കനായിരിക്കും. കണ്ടോ, ഒരു തെറ്റും ചെയ്യാത്ത പച്ചപ്പാവം. പക്ഷേ അവളുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് അതെവിടെ വെച്ചായാലും അവിടേക്ക് ഞാൻ എൻ്റെ അമ്മയും വിളിക്കും. കാരണം അവള് വെറുതെ അങ്ങ് ചത്താ പോരാ. അമ്മ കാണുക പെടഞ്ഞ് പെടഞ്ഞ് തീരണം. എന്നാലും എനിക്ക് സമാധാനം കിട്ടും. അതിനിടയ്ക്ക് എടങ്കോലിടാൻ വന്ന അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നത് മരുമകളെ മാത്രം ആവില്ല, വേറെ പലരും ഉണ്ടാവും കൂട്ടത്തില്. മനസ്സിലായോ? നീ നല്ലവനാവാൻ ശ്രമിച്ചുവെന്ന് കുറച്ചെങ്കിലും വിശ്വസിച്ചു പോയൊരാളാണ് ഞാൻ.
നിത്യയെ നീ സ്നേഹിക്കുന്നതായി അഭിനയിക്കുന്നത് അവളെ കൊല്ലാനാണെങ്കിൽ അതിന് ഞാൻ അനുവദിക്കില്ല. നിത്യയുടെ ദേഹത്ത് നീ തൊടില്ല. ഒടുവിൽ നീയോ സത്യം തിരിച്ചറിഞ്ഞോ? അറിയും. കാരണം നീ കാമുകനല്ലേ, എന്റെ ഭാര്യയുടെ കാമുകൻ. നീ അവളെ എന്നിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാനാടാ? അല്ലെങ്കിൽ തന്നെ നിനക്കെന്താ ഇതിലൊക്കെ കാര്യം? അവളെ എൻ്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. അവളെ ഞാൻ ജീവിപ്പിക്കും, ചിലപ്പോ കൊല്ലും. അത് ചോദിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ലടാ. ഇപ്പോ ഈ നിമിഷം അവളെ കുത്തി മലത്തുന്നത് കാണണോ നിനക്ക്? അയ്യോ, ജീവൻ സാർ, ജീവൻ സാർ, ജീവൻ സാർ, ജീവൻ സാർ, എന്നാச்சு സാർ? കഥ ഓർക്ക് സാർ. എന്താ എന്താ ശരവണ? ആരാകത്ത്? யாருன்னு தெரியாதம்மா, கூப்பிட்டு கேட்கல. அங்க பாரு சார், பாருங்கம்மா சார், ஜீவன் சார், ഏട്ടാ ஜீவன் சார், ഏട്ടാ கதவு திறக்குங்க சார், ഏട്ടാ തുറക്ക്. கதவு திறக்கு. உள்ள யாரு? എന്താ പ്രശ്നം? அம்மா என்ன ஏதான்னு தெரியாதம்மா, யாரும் உள்ள இருக்கம்மா. ഏട്ടാ എടാ ഏട്ടാ ജീവ, ജീവ, ഏട്ടാ ஜீவன் சார், ஜீவன் சார், ഏട്ടാ എന്താ എന്താ ശരവണ പ്രശ്നം? பாவம் யாரும் உள்ள இருக்கு. ഏട്ടനകത്തുണ്ട്. വേറെ ആരാണെന്നും അറിയില്ല. ഏ? ആ, മോനെ ഇവിടെ ജീവ, ഇവിടെ നോക്ക്. ജീവ വാതിൽ തുറക്ക്. നിങ്ങൾക്ക് പറഞ്ഞു മോനെ വേറെ ആരാ ഉള്ളേ? ഏ? ജീവ 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 വാതിൽ തുറക്ക്. ഓ, ജീവൻ സാർ, ജീവ, ജീവ മോനെ ഏട്ടാ ജീവ ജീവൻ. തുറക്ക്. ജീവ, கதவு திறக்கு சார். ഏട്ടാ என்ன சார்? ജീവ ജീവ വാതിൽ തുറക്ക്. ரொம்ப ജീവ ടെൻഷൻ ആയിരിച്ചു. തുറക്ക് മോനെ. നിന്നോടാ വാതിൽ തുറക്കാൻ പറഞ്ഞത്. ജീവ ജീവ, തുറക്ക് സാർ. ജീവൻ ജീവ വാതിൽ തുറക്ക്. என்ன சார் உள்ள? ജീവ, ജീവ ഏട്ടാ சார், சார், ഏട്ടാ ജീവ சார், വാതിൽ என்ன തുറക്ക്. சார்? തുറക്ക് സാർ. ഏട്ടാ ജീവ പ്ലീസ് പറയുന്നത് കേൾക്ക്, വാതിൽ തുറക്കാൻ. കേള് സാർ. ജീവ, ഏട്ടാ വാതിൽ തുറക്ക്. ജീവ മോനെ വാതിൽ തുറക്കാൻ. ജീവൻ സാർ, വാതിൽ തുറക്ക്. തുറക്ക് സാർ. ഏട്ടാ വാതിൽ സാർ, തുറക്ക്. ഏട്ടാ എത്ര വാട്ടി ജീവ സാർ? ഏട്ടാ വാതിൽ തുറക്കാൻ. இங்க ரொம்ப ജീവൻ. டென்ஷனா இருக்கு ജീവ, മോനെ சார். இங்க அம்மா இருக்கு, எல்லாரும் இருக்கு വാതിൽ തുറക്കാൻ. ജീവ വാതിൽ തുറക്ക്. ജീവ சார். ജീവ ജീവ, വാതിൽ തുറക്കാൻ. ഹേയ്, ജീവ, വാതിൽ തുറക്ക്. ജീവ ജീവ ഏട്ടാ വാതിൽ തുറക്ക്. ജീവ, വാതിൽ തുറക്കാനാ പറഞ്ഞത്. ജീവ ജീവ, വാതിൽ തുറക്ക്. മോനെ ஜீவன் சார், വാതിൽ തുറക്ക്. ജീവ ജീവ വാതിൽ തുറക്ക്. ജീവ ജീവേട്ടാ ജീവ, ഏട്ടാ വാതിൽ തുറക്ക്. ജീവ വാതിൽ തുറക്ക്. ഏട്ടാ உள்ள யாரு ജീവ இருக்கு? ജീവ വാതിൽ തുറക്ക്. മോനെ ജീവ தயவு செய்து ജീവ തുറക്ക് സാർ. വാതിൽ തുറക്ക്. சொல்றது கேளு. ഏട്ടാ ജീവ ഏട്ടാ വാതിൽ തുറക്ക്. ഏട്ടാ ജീവ വാതിൽ തുറക്ക്. ഏട്ടാ ഏട്ടാ മോനെ. വാതിൽ തുറക്ക്. വേറെ ആരാ ഉള്ളേ? ജീവ. ഏ? ജീവ ജീവ വാതിൽ തുറക്ക്. ഓ, ഏട്ടാ വാതിൽ തുറക്ക്. ജീവ ഏട്ടാ വാതിൽ തുറക്ക്. சார், മോനെ അയ്യോ വാതിൽ തുറക്ക്. ജീവ ജീവ വാതിൽ തുറക്ക്. ജീവ ജീവ. ജീവേട്ടാ ജീവ சார். അയ്യോ രക്തം. എന്താ ജീവ എന്താ പറ്റിയത്?
പറ്റിയത്? എന്റെ പൊന്നു നെത്തി എനിക്കറിയില്ല. ഹരി മുറിയിലേക്ക് കയറി വന്ന് എന്നെ തല്ലിച്ചതക്കായിരുന്നു. എന്തിനാ ഹരി സാറേ എന്നോട് ഇങ്ങനെ? ഹരി ഹരി, ജീവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ? ഇട മക്കളെ, എന്തിനാ നീ ഇതൊക്കെ ചെയ്തേ? എനിക്കറിയാം. നിത്യ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാത്തതിന്റെ ദേഷ്യം എന്നോട് തീർത്തതാ. അയ്യോ, അമ്മ ആ പേപ്പർ നീട്ടിയപ്പോ ഞാൻ ഒപ്പിട്ട് തന്നില്ലേ? എന്നിട്ട് എന്തിനാണോ എന്നെ ഇങ്ങനെ തല്ലിച്ചതച്ചത്?